പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിനത്തിലേക്ക് കടന്നതോടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ് ഇറാൻ. ലോകത്തെ എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം നിശ്ചലമായ അവസ്ഥയിലാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ എണ്ണവില കുതിക്കാനാണ് സാധ്യത. ഹോർമൂസ് കടലിടുക്ക് ഏതാനും ദിവസം അടച്ചിട്ടാൽ പോലും ഗ്യാസ് എണ്ണക്കടത്തിനെ ബാധിക്കും. ആക്രമണമുണ്ടായതോടെ ഖത്തർ എനർജി നാച്ചുറൽ ഗ്യാസ് ഉത്പാദനവും നിർത്തിയിട്ടുണ്ട്. ഇറാൻ ആക്രമണമുണ്ടായ ആരംഗോയുടെ പല പ്ലാന്റുകളും പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ ചില റിഫൈനറികളും ഉത്പാദനം നിർത്തി. ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്ന കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് ഇടുക്കിന് സമീപം 3 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്നാണ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത്. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലുടനീളം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലാണ് ഹോർമൂസ് കടലിടുക്ക് പ്രശ്നബാധിതമായത്. 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതായും മൂന്നാമതൊരു കപ്പലിന് തൊട്ടടുത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വസ്തു പൊട്ടിത്തെറിച്ചതായുമാണ് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ വിശദമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതോടെ എണ്ണവില കുതിച്ചു ഉയരുകയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി